നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ഉന്മേഷത്തോടു കൂടിയാണോ എഴുന്നേൽക്കുന്നത്, അതോ മടുപ്പോടു കൂടിയാണോ? മടുപ്പോടു കൂടിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ഒരു ലക്ഷ്യമില്ല എന്നതാണ് അതിനർത്ഥം. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ഒരു യാന്ത്രികമായ ഒരു ശീലം പോലെ ഇങ്ങനെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, വീണ്ടും വരുന്നു, കിടന്നുറങ്ങുന്നു. ഇതിനിടയ്ക്ക് നമുക്ക് ശരിയായ സന്തോഷമൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതിന് കാരണം നമ്മുടെ ലക്ഷ്യം കറക്റ്റ് അല്ല, നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. അപ്പൊ ജീവിത ലക്ഷ്യം എങ്ങനെ കണ്ടെത്താം, എന്താണ് ശരിയായ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ജപ്പാൻകാരുടെ, അതായത് 100 വയസ്സിലധികം ജീവിക്കുന്ന, ആരോഗ്യത്തോടെ ജീവിക്കുന്ന ജപ്പാൻകാരുടെ ആയുസിന്റെ രഹസ്യം നോക്കിയപ്പോഴാണ് ശാസ്ത്രത്തിന് മനസ്സിലായത് അവരുടെ ഭക്ഷണ രീതിയോ വ്യായാമമോ ഒന്നുമല്ല അവരുടെ ആയുസിന് പ്രധാന കാരണം. അത് അവരുടെ ശരിയായ ജീവിത ലക്ഷ്യമാണ്. അതിനെ ഇക്കിഗായി എന്നാണ് അവർ വിളിക്കുന്നത്. എങ്ങനെ നമ്മുടെ ജീവിത ലക്ഷ്യം കണ്ടെത്താം, എന്താണ് ശരിയായ ജീവിത ലക്ഷ്യം എന്ന് നമുക്ക് നോക്കാം. അത് ജീവിത ലക്ഷ്യം ഒത്തുചേരണമെങ്കിൽ 4 കാര്യങ്ങൾ ഒന്നിച്ചു വരണം. ഒന്നാമത്തത് നമ്മുടെ പാഷൻ. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നേരെ പോകുന്നത്, സമയം പോകുന്നതും മടുപ്പും ഒന്നും ഇല്ലാതെ, സമയം എത്ര പോകുന്നു എന്നറിയാതെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തത് നമ്മുടെ സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പാട്ട് പാടുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളോട് പറയും അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു എഴുത്ത് എഴുതിയാൽ അത് നന്നായിട്ടുണ്ട് എന്ന് പറയും. ചിലപ്പോൾ നമ്മളൊരു പൂന്തോട്ടം നോക്കി എല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുമ്പോൾ ആളുകൾ പറയും നല്ല രസമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തുചേരും, അതാണ് സ്കിൽ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചെയ്യുന്ന കാര്യം കൊണ്ട് ജനങ്ങൾക്ക്, മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുക. ഇനി നാലാമത്തെ കാര്യം എന്താണ്, ഈ ഉപകാരം ജനങ്ങൾക്ക് ചെയ്യുമ്പോൾ ഈ പാഷന് നമ്മൾ പിൻപറ്റി നമ്മുടെ സ്കില്ലുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വരുമാനം കൂടി വരിക. ഈ വരുമാനം ആണല്ലോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. വരുമാനം ഇല്ലെങ്കിൽ അവിടെ ഒരു ശൂന്യത ഉണ്ടായിരിക്കും, നമ്മൾ പട്ടിണിയാവും. അതിനുവേണ്ടി പല ആളുകളുടെയും കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഒത്തുചേർന്നാൽ അതിനെ നമ്മൾ ജീവിത ലക്ഷ്യമായി എടുക്കാൻ കഴിയും. അപ്പൊ ചിലപ്പോ ചില ആളുകൾ ബിസിനസ് ആവും ചെയ്യുന്നുണ്ടാവുക, ചില ആളുകൾ പാട്ട് പാടുന്നുണ്ടാവും, കഥ എഴുതുന്നുണ്ടാവും. അങ്ങനെ പല രീതിയിലും നമുക്ക് ലക്ഷ്യത്തിൽ ജീവിത ലക്ഷ്യം കണ്ടെത്താൻ കഴിയും. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് എല്ലാവരും നോക്കുന്ന ഒരു ജോലി കിട്ടണം, ആ ജോലിയിൽ നിന്ന് നല്ലൊരു ശമ്പളം വേണം, അങ്ങനെ കുറെ കാലം ജോലി ചെയ്ത് റിട്ടയർ ആവണം. അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ നമ്മൾ ഭയങ്കര മടുപ്പോട് കൂടിയാണ് ജോലി ചെയ്യുക. സാധാരണ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് തിങ്കളാഴ്ച എണീക്കാൻ തന്നെ ഭയങ്കര മടുപ്പാവും. ഈ മടുപ്പിന് കാരണം എന്താ വെച്ചാൽ നമുക്ക് പ്രത്യേക ലക്ഷ്യമില്ല. നമ്മുടെ ലക്ഷ്യം സത്യത്തിൽ ജോലി കഴിഞ്ഞ് വന്ന് ഒരു പാട്ട് പാടുന്ന ഒരു കൺസർട്ടിൽ പോയിട്ട് പാട്ട് പാടുക എന്നൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് രാവിലെ എണീറ്റ് ജോലിയൊക്കെ തീർത്ത് വരും. പിന്നെ ജോലി തന്നെ നമുക്കൊരു ലക്ഷ്യം ആയി എടുത്ത് നല്ല രീതിയിൽ ജോലി ചെയ്ത് ആ ജോലിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവരുടെ ഒരുപാട് ജനങ്ങളുമായി കോണ്ടാക്ട് ഉണ്ടാവും. അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. അത് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നതാണ്. സാധാരണ നമ്മൾ നാട്ടിലൊക്കെ കാണുന്നത് അവർ ജോലി ആളുകൾ ചെന്നാൽ മാക്സിമം ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാറുണ്ട്. ഇത് അവരുടെ ലക്ഷ്യമല്ലാത്തത് കൊണ്ടാണ്. ജനങ്ങളെ സേവിക്കുക എന്ന ലക്ഷ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് സന്തോഷത്തോടു കൂടി ആ പണി ചെയ്യാൻ കഴിയും. അതിൽ നിന്ന് അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്, അപ്പോൾ സന്തോഷവും ഉണ്ട്, നമുക്ക് വരുമാനമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിത ലക്ഷ്യം എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്ക് നോക്കാം. അതിന് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമേ ഉള്ളൂ. നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ മടുപ്പില്ലാതെ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക. അതാണ് നമ്മുടെ പാഷൻ. രണ്ടാമത്തത്, നമ്മൾ ഈ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ നന്നായി എന്ന് പറയുന്നുണ്ടോ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. മൂന്നാമത്തത്, അതിൽ നിന്നും ഈ ആളുകൾക്ക്, മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നാലാമത്തെ കാര്യം, നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനവും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഈ 4 കാര്യവും ഒത്തുചേർന്നാൽ അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമായി എടുക്കേണ്ടത്. അത് നമുക്ക് മരണം വരെ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് സന്തോഷമേ ലഭിക്കുകയുള്ളൂ. സന്തോഷം ഉണ്ടാവും, കുറച്ച് സമ്പാദ്യവും ഉണ്ടാവും, അതുകൊണ്ട് ആളുകൾക്ക് ഗുണവും ഉണ്ടാവും. നമ്മളൊരു മടുപ്പും ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മുടെ ഈ 4 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്, ആ കാര്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് ഗുണം ലഭിക്കുന്നുണ്ടോ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ, ഇത് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനു വേണ്ടി
നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് താഴെ കമന്റിൽ ടൈപ്പ് ചെയ്ത് അറിയിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടി പ്രചോദനമാവും. കൂടാതെ ഈ വീഡിയോ മറ്റുള്ള ആളുകൾക്ക് കൂടി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും വരാം. താങ്ക് യു.